ഒരു ഭാഗം നമുക്കിപ്പോൾ ഇത്രയും നിങ്ങളുടെയൊക്കെ പ്രയത്നം കൊണ്ട് നമ്മളോടും ഉള്ള നമുക്കതിലൊരു സമാധാനം കിട്ടി. പിന്നെ അതുമല്ല, ഇനിയിപ്പം നമുക്ക് ഹോസ്പിറ്റലിനും പിന്നെ ഹോസ്റ്റലിനും ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെയും നമ്മുടെ 24-ൻ്റെയും ഇത്രയും വലിയൊരു ഇടപെടൽ ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നിങ്ങളുടെ ഈ ഫോളോ അപ്പാണ് നമുക്ക് പിന്നെ പോലീസുകാർ നല്ല രീതിയിൽ DYSP സാറും CI സാറും വളരെ ആത്മാർത്ഥമായിട്ട് നിന്നുകൊണ്ടാണ് ഇത് ഇപ്പം കഴിഞ്ഞത്. അങ്ങനെ ഇപ്പം ന്യൂസിൽ പറഞ്ഞ് റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു 14 ദിവസത്തേക്ക്. പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നമുക്കതല്ല, ഈ പ്രേരണയല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ അന്വേഷണം വേണം. കാരണം അച്ഛൻ നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ അപായപ്പെടുത്തിയതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. എൻ്റെ മനസ്സിലിപ്പോഴും അപായപ്പെടുത്തിയെന്ന് തന്നെയാണ്. അല്ലാതെ അവൾ അങ്ങനെ ഒരു ചാടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സ്വന്തമായിട്ട് ചെയ്യുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പ്രയാസമുണ്ട്. ഞാൻ സാറിനോട് അത് പറഞ്ഞിട്ടുണ്ട്. സാറും എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ അതല്ല, എനിക്കതിൽ വ്യക്തമായ ആ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. പിന്നെ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവളുടെ ഫോൺ എന്തോ ലോക്ക് ചെയ്തിട്ടുണ്ട്, അൺലോക്ക് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു ഇതുണ്ട്. എന്തായാലും ഇത്രയും ഒരു സഹായം ഞാൻ വളരെ നന്ദിയോടാണ് സ്മരിക്കുന്നത്. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എഴുതുന്നത് പെട്ടിക്കകത്തുണ്ട് അവളുടെ ഹാൻഡ് റൈറ്റിങ്. അതുമായിട്ടൊരു സാമ്യമില്ല എന്നാണ് അവൻ പറയുന്നത്. ഉണ്ടാക്കിയെടുത്താണെന്നാണ് അവൻ്റെ സംശയം. ഞാൻ കണ്ടില്ലല്ലോ. അറിയിച്ചിട്ടുണ്ട്, സാറിനെ അറിയിച്ചിട്ടുണ്ട്. വരണം. പിടിപ്പിച്ചു. ഈ ടീം തന്നെ അന്വേഷിച്ചാൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിൽ നമുക്ക് നല്ല വിശ്വാസമാണ്. ഈ നന്ദകുമാർ സാറായാലും CI ആയാലും അദ്ദേഹമൊക്കെ നമുക്ക് അങ്ങനെ ഒരു നീതിയുക്തമായിട്ട് തന്നെയാണ് അവരിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആ സത്യം എന്തായാലും പുറത്ത് കൊണ്ടുവരും. അങ്ങനെയല്ലേ നിങ്ങളുടെ അങ്ങനെയല്ലേ കാര്യം. നമുക്ക് അവരിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം അല്ലെങ്കിൽ അത്രയും എഫർട്ട് എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇപ്പം ഈ 9 പേരെയും ഒരു ഗ്രൂപ്പാണത്. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നല്ലോ. അത് ഈ 9 പേരെയും മൊഴി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തത വരും. ഈ കുട്ടികളെ മൊഴി രേഖപ്പെടുത്തിയാൽ കുറച്ചുകൂടെ ഒരു വ്യക്തത വരും എങ്ങനെയാണെന്നുള്ളത്. കാരണം ഏതെങ്കിലും ഒരു കുട്ടി സത്യം പറയാതിരിക്കും. ഇവർക്ക് പരസ്പരം അറിയാതിരിക്കുക. കാരണം ആ വെള്ളിയാഴ്ച എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം രാവിലെ വിളിക്കുമ്പോഴത്തേക്ക് അവൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇപ്പം അത് വൈകിട്ട് 4 മണിക്ക് അവനൊരു എന്താടാന്ന് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് അതും കൂടെ ഒന്ന് നമുക്കറിയണം എന്താണെന്നുള്ളത്. ഹോസ്റ്റലിൽ സംഭവിച്ച ഹോസ്റ്റലുകാർ പറയുന്ന സമയങ്ങളൊന്നും നമുക്ക് പൊരുത്തപ്പെടുന്നില്ല. പിന്നെ അവർ പറയുന്നിപ്പോൾ CCTV ഉണ്ട്, അത് നോക്കാം. കാരണം 10 മീറ്റർ എന്തോ ഈ വീണ സ്ഥലമായിട്ടുള്ളത്. പിന്നെ അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ ഷീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവള് ചാടണമെങ്കിൽ തന്നെ ഇവളുടെ തല തട്ടത്തില്ലേ. ഈ പാരപ്പറ്റിൻ്റെ അവിടെ നിന്ന് കയറി നിന്ന് ചാടണമെങ്കിൽ ഈ തല ഈ ഷീറ്റിൽ തട്ടിയിട്ടല്ല. ഇപ്പം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുനിഞ്ഞ് ചാടണ്ടേ. കുനിഞ്ഞ് ചാടിയാൽ അവൾക്ക് ആദ്യം തലയല്ലേ അവളുടെ അടിക്കുകയോ എന്തെങ്കിലും ചെയ്യണ്ട. ഈ ഭാഗമല്ലല്ലോ.